ഇവിടെ വോട്ട് ചെയ്യാൻ ഈ 37 വീട്ടുകാരും പോവല്ലെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. 2000 ലിറ്റർ വെള്ളമാണ് ഒരാഴ്ചത്തേന് ഇവിടെ വെള്ളമാക്കി വണ്ടി കഴിയും. 365 ദിവസവും ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ. ഇവിടെ അധികാരികൾ മുതലെടുത്തുകൊണ്ട് പോവാണ്. ഇവിടെ വോട്ട് മേടിക്കാൻ മാത്രം വരും അധികാരി. 99% ഈ പദ്ധതിയുടെ പണി തീർന്നു കിടക്കും. പിള്ളേർ ഈ പ്രാവശ്യം SLC എഴുതാൻ പോയത് ആറ്റിൽ പോയി കുളിച്ചിട്ടാണ് അതിലെയാണ് പരീക്ഷയ്ക്ക് പോയത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ യാത്രയുടെ ഏറ്റവും ലാസ്റ്റത്തെ ഭാഗമാണ് നമ്മൾ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ അടിയന്തര പ്രാധാന്യം അനുസരിച്ചാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഒരു യാത്രാ വീഡിയോ എന്നതിലുപരി ഇത് ഒരു പ്രദേശത്ത് താമസിക്കുന്ന കുറേ മനുഷ്യരുടെ പ്രശ്നങ്ങളെ ഒന്ന് പ്രതിപാദിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അവരുടെ വിഷമങ്ങളിലൂടെയും അവരുടെ നിലവിൽ നടന്നു വന്നിരിക്കുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളിലുണ്ടാകുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഇവരോട് ഐക്യദാർഢ്യമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അപ്പം ഈ വീഡിയോ കണ്ട് ഒരു ചെറിയ ശതമാനമെങ്കിലും ഇവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞാൽ ഈ പ്രദേശവാസികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യമായിട്ട് കരുതാം. കാരണം അവരത്രമേൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെ ചില കഥകളൊക്കെ കേട്ടപ്പോൾ നമുക്കും വലിയ വിഷമം ഉണ്ടായി. അതിനൊരു പരിഹാരം അധികാരിയുടെ ഭാഗത്തുനിന്ന് എത്രയും വേഗം ഇവർക്കുണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. അപ്പം അതുപോലെ നിങ്ങളും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഫ്രണ്ട്സ്. അപ്പം നമുക്ക് മുണ്ടോമലയിലെ ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്തി നോക്കാം. വായോ. ഓക്കെ. വാട്ടർ ടാങ്ക് എത്ര നാളായി കെട്ടി വെച്ചിട്ട്? അവര് കെട്ടി വെച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. അത് ഇതുവരെ അത് പൈപ്പ് ലൈനിന്റെ പണിയെല്ലാം കഴിഞ്ഞാണ്? എല്ലാം കഴിഞ്ഞു. ഇവിടെ എല്ലാവർക്കും സപ്ലൈയും കൊടുത്തു. ആദ്യത്തെ ബില്ലും വന്നു. വെള്ളം സപ്ലൈ ചെയ്തു. വെള്ളം മാത്രം വന്നു. അവർ KSCക്ക് കുറെ പൈസ അടയ്ക്കാനുണ്ടെന്നാണ്. KSCB കറണ്ട് കൊടുക്കാത്തോണ്ടാണോ വെള്ളം കിട്ടാത്തത്? അതിന് പൈസ അടയ്ക്കാനുണ്ട് പഞ്ചായത്തിൽ. ഓ ശരി ശരി. അതിന് ധരണയൊക്കെ നടത്തിയ മിനിങ്ങാന്ന് പോയി. ആണോ? പഞ്ചായത്തിലോ? പഞ്ചായത്തിൽ ധരണ എടുത്ത് പേപ്പറിൽ കൂടെ ഒക്കെ ഇതുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് കയറി അതൊന്ന് കണ്ടിട്ട് പോയേ. ഓക്കെ. ഇത് മടത്തുമൊഴി. മടത്തുമൊഴി അതിന്റെ മേളിലായിട്ട് ടാങ്ക് കെട്ടിയിട്ടേക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ എന്റെ കിട്ടിയില്ല. ഞാൻ മുമ്പേ മോനെ ഒന്നുകൂടെ വിളിക്കണ്ടേ? ഞാൻ വിളിക്കാം. ശരി എന്നാ. ഞാനിവിടെ എനിക്ക് ഒരുമാതിരിപ്പെട്ട ഫോൺ നമ്പർ എല്ലാം ഇവിടെ എഴുതിയിട്ട് വെച്ചിരിക്കാം. ഫോറസ്റ്റുകാരുടേതും മൃഗ ഡോക്ടർമാരുടേതും അപ്പൊ ഞങ്ങൾ ടാങ്ക് കൂടെ എടുത്തിട്ട് അങ്ങ് പോകും. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഫ്രണ്ട്സ്, ഈ യാത്രയിൽ നമ്മൾ ഒരുപാട് അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടാണ് ഇവിടേക്ക് വന്നത്. നമ്മൾ ഈ യാത്രയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടായി. ഒരുപാട് സസ്പെൻസ് ഉള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഒക്കെ നമ്മൾ അടുത്ത ഒരു വീഡിയോകളിലായിരിക്കും ആ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന നിലയിലാണ് ഞങ്ങൾ ആദ്യം ഈ വീഡിയോയിലേക്ക് പോകുന്നത്. അപ്പം ഈ വീഡിയോ കാണുക എന്നതിലുപരി അവരോട് ഐക്യദാർഢ്യപ്പെട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കഴിവതും ഇത് ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തും വരെ ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അപ്പം ഇവിടെ ഇനി മുന്നോട്ടുള്ള കാഴ്ചകൾ മിസ്സാക്കാതെ എല്ലാവരും കാണുക. ഓക്കെ. വാട്ടർ ടാങ്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ? അതാണോ? ആ വാട്ടർ ടാങ്ക് കെട്ടിയിട്ടേക്ക് വെള്ളമില്ല.
ഞങ്ങൾ മടത്തുമൊഴിയിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴിയിൽ ഈ മടത്തുമൊഴിയുടെ ഏറ്റവും ഉയരമുള്ള പെരുന്നാടിൻ്റെ ഏറ്റവും ഉയരമുള്ള മലയുടെ മണ്ടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എനിക്കറിയാം, കാരണം അവിടുത്തെ വീഡിയോ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് ഏകദേശം ഒരു 10-200 മീറ്റർ മുന്നോട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ പ്രദേശവാസികൾക്കെല്ലാം ഒരു പ്രശ്നം തുടങ്ങി. ഇവിടെ കുടിവെള്ളമില്ല. ഇവിടെ വാട്ടർ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ എല്ലാം വീടുകളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് വാട്ടർ ബില്ല് വരെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും. പക്ഷേ അവർക്ക് വെള്ളം കിട്ടിയിട്ടില്ല. ആ കോമഡി ഒന്ന് അറിയാം, കാണാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ആ കറണ്ട് ബില്ലിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് പരിഹരിച്ചാൽ ഇവർക്കെല്ലാം കുടിവെള്ളം കിട്ടും. അപ്പോൾ അതിനുള്ള സംവിധാനം കൂടി ഒന്ന് അധികാരികൾ പരിഗണിച്ചാൽ അല്ലേ, ഒരു പ്രദേശത്തുള്ളവരെല്ലാം വെള്ളമില്ലാത്ത അവസ്ഥ അല്ലേ. ധാരണയുണ്ടായിരുന്നല്ലേ? ഇതാണോ ലെവലൊക്കെ അടിച്ചിട്ടുണ്ട്? ഹായ്, ഏത് വീടാ മോടെ? അതാണ്. പേരെന്താ മോടെ? പേരെന്തുവാ? ഇയ്യ കേരള വാട്ടർ അതോറിറ്റി. ഓക്കെ. ഇവിടെ എല്ലാം പ്ലംബിങ് ഉണ്ടല്ലേ? ഇതെല്ലാം വലിച്ചിട്ട് കൊടുത്തേക്കുവാ. ജപ്പാൻ കുടിവെള്ളമാണ്. അതിപ്പോൾ എല്ലായിടത്തും അതല്ലല്ലോ. ഇത് അതാണേ ആയിട്ടല്ലോ തോന്നുന്നല്ലേ? അതല്ല. അയ്യോ, ടാങ്ക് ഇത്രയും പണിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴേ അല്ലേ, എത്ര കറണ്ട് KCB ആയിട്ട് എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടെന്നല്ലോ പറഞ്ഞില്ല. KCB എത്ര രൂപ അടയ്ക്കണമെന്നല്ലോ പറഞ്ഞു. 50 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ്. 50 ലക്ഷം രൂപ. രണ്ട് പഞ്ചായത്തിനുള്ള ടാങ്കിലാണ് പണി കിട്ടിയത്. താഴെയാണ് ഇതിന്റെ ശുദ്ധീകരണ പ്ലാന്റ് ഒക്കെ. സ്റ്റോറേജ് മാത്രമല്ല, അടിച്ചു കുത്തിന്ന് കയറ്റിയിട്ട് എല്ലാവർക്കും കൊടുക്കാം. അവിടെ എത്രല്ലോ അടിക്കുന്നത്? വെള്ളമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടാണ് കുടിവെള്ളത്തിൻ്റെ. നിങ്ങളിപ്പോൾ എന്താ വെള്ളം ചെയ്തുകൊണ്ടിരിക്കുന്നത്? വെള്ളത്തിന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളിപ്പോൾ 1400 രൂപ കൊടുത്ത് 2000 ലിറ്റർ വെള്ളമാണ് ഒരാഴ്ചത്തേന് ഇവിടെ വെള്ളമാക്കി വണ്ടി കഴിക്കുന്നത്. 365 ദിവസവും ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ. കിണറുണ്ടോ? ഇവിടെ കിണറൊന്നുമില്ല. കിണർ ഒഴിച്ചിട്ടും കാര്യമില്ല, വെള്ളം കിട്ടത്തില്ല. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, പഞ്ചായത്ത് വെള്ളം കൊണ്ട് തരത്തില്ല? പഞ്ചായത്ത് വെള്ളം 10 ദിവസത്തിനകം, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ധർണയ്ക്ക് പോയപ്പോൾ 10 ദിവസത്തിനകം ഞങ്ങൾക്ക് ഒരു നടപടി ഉണ്ടാവുമെന്ന്. പക്ഷെ ഇതുവരെ അതിനും നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെ അധികാരികൾ മുതലെടുത്തുകൊണ്ട് പോവാണ്. ഇവിടെ വോട്ട് മേടിക്കാൻ മാത്രം വരും അധികാരി, പിന്നീട് ഒരു കാര്യത്തിനും വരും. ഇവിടെ വന്ന് തിരിഞ്ഞു പോലും നോക്കാറില്ല. ഒന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ പദ്ധതി 99% ഈ പദ്ധതിയുടെ പണി തീർന്നു കിടക്കുകയാണ്. ടാങ്ക് കഴിഞ്ഞു, പൈപ്പ് ലൈൻ്റെ പണി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. KCBക്കാർക്ക് അങ്ങാണ്ട് 50 ലക്ഷം രൂപയോളം കെട്ടിവെക്കണമെന്നാണ് ഞങ്ങളുടെ അറിവ് കേട്ടത്. ട്രാൻസ്ഫോർ അല്ല, 3 ഫേസ് ലൈൻ ബില്ല്. താഴെ നിന്ന് ഇങ്ങോട്ട് ഒരു 400 മീറ്ററോളം 3 ഫേസ് ലൈൻ ബില്ല്. ഇതേ ഉള്ളു അതിൻ്റെ അകത്ത് പണി. ഈ ഇലക്ഷൻ വെച്ചാന്നോ എന്തുവാന്നറിയത്തില്ല. ഇത് തടഞ്ഞു വെച്ചേക്കുന്ന രാഷ്ട്രീയക്കാർ തടഞ്ഞു വെച്ചേക്കുന്നതാണോ എന്തുവാന്നറിയത്തില്ല. ഞങ്ങൾ ഈ മുണ്ടമ്മലയിൽ കുറേ വീട്ടുകാർ കിടന്ന് നരയിക്കുന്നത് അതിനേക്കാളും അപ്പുറമാണ്. ഇവിടെ പിള്ളേർ ഈ പ്രാവശ്യം SLC എഴുതാൻ പോയത് ആറ്റിൽ പോയി കുളിച്ചിട്ടാണ്, അതിലെയാണ് പരീക്ഷയ്ക്ക് പോയത് ഈ പ്രാവശ്യം. അങ്ങനെ ഈ പ്രാവശ്യമാണ് ഏറ്റവും വലിയ ഉണക്കുണ്ടായത്. ഇവിടെ വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു ഏരിയയാണ്. 365 ദിവസം തലച്ചുമടയിൽ നിന്ന് താഴെ ഒരു ഓലിയുണ്ട്. ആ ഓലിയിൽ നിന്നായിരുന്നു കൊണ്ടുപോകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അതുമില്ല. ഓലി പറ്റി വരണ്ട് കിടക്കുവാണ്.
നമുക്ക് തന്നെ പറയാനുള്ളത്. എല്ലാവരുടെയും വിഷയം ഇതൊക്കെ തന്നെയാണല്ലോ അല്ലേ? കുടിവെള്ളം വലിയ പ്രശ്നമാണല്ലോ. കുടിവെള്ളത്തിൻ്റെ കുടിവെള്ളം പ്രശ്നമല്ലേ? കുടിവെള്ളം എന്ന് പറയുമ്പോൾ വെള്ളം കുടിക്കുക മാത്രമല്ലോ അല്ലേ, ദൈനംദിന ജീവിതം മുഴുവനും വെള്ളം വേണ്ട അല്ലേ? അത് ഇല്ലാതെ വരിക എന്ന് പറയുന്നത് വലിയ വിഷയം. ഇവിടെ എത്ര വീട്ട് താമസിക്കുന്നുണ്ട്? ഇവിടെ 37 വീട്ടുകാർ, താഴെ അങ്ങോട്ട് 37 വീട്ടുകാരോളം താമസിക്കുന്നുണ്ട്. ഈ 37 വീട്ടുകാർക്കും വെള്ളത്തിന് ക്ഷാമമുള്ളത്. ഏറ്റവും കൂടുതൽ ക്ഷാമമുള്ള ഈ ഏരിയയിലാണ്. ഈ പെരുന്നാട് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളത്തിന് ക്ഷാമമുള്ള ഏരിയയിൽ. ഇന്നത്തെ ഇവിടെ വോട്ട് ചെയ്യാൻ ഈ 37 വീട്ടുകാരും പോവല്ലെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് അറിയിക്കേണ്ടടുത്തെല്ലാം അറിയിച്ചിട്ടുണ്ട്. പത്രത്തിൽ ന്യൂസ് കൊടുത്തിട്ടുണ്ട്, മറ്റുള്ള എല്ലാ ന്യൂസുകളും പോയിട്ടുണ്ട്, മൊബൈൽ വഴിയും ന്യൂസ് പോയിട്ടുണ്ട്. CPM-ന്റെ വോട്ടാണ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത്. അവരെ അറിയിച്ചിട്ടുണ്ട്, എല്ലാരെയും അറിയിച്ചിട്ടുണ്ട്. ഇവിടെ താഴെ ഒരു പ്ലാന്റ് പണിഞ്ഞു വെച്ചിട്ട് അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞാണ്. അത് ശരി. താഴെ ഒരു പ്ലാന്റ് പണിഞ്ഞ് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് റോഡ് സൈഡിൽ ആറ്ററമ്പി താമസിക്കുന്നവർക്കെല്ലാം ലൈനും കൊടുത്ത് വെള്ളവും കൊടുക്കുന്നു. പക്ഷെ ഈ പ്രദേശത്തിന് വേണ്ടി പണിഞ്ഞ ടാങ്കാണ് താഴെ. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് വെള്ളവും കൊടുത്തു എല്ലാവരും. നമുക്കില്ല. അതൊരു 5-6 വീട്ടിൽ നിന്ന് പൈപ്പും വലിച്ചിട്ടില്ല. ഇവിടുന്നാ വരണ്ടേ? എങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് അതോ വെള്ളത്തിന്? പിന്നീടാവും ഇതിന്റെ ഇതായി കഴിയുമ്പോ ആവുന്ന പറഞ്ഞു. ഈ പ്രശ്നം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഗ്രൂപ്പാണ് ഞങ്ങള് ഗ്രൂപ്പ് തുടങ്ങിയേക്കുന്ന. കുടിവെള്ളം എന്താ പറഞ്ഞ തന്നെ കാണിച്ചു. കുടിവെള്ളത്തിന്റെ പ്രശ്നം പറഞ്ഞ വാട്സാപ്പ് കൂട്ടായ്മ അല്ലേ? ഓക്കെ. നിങ്ങളുടെ പ്രതിഷേധം എത്രയും പെട്ടെന്ന് ഫലം കാണും കേട്ടോ. ഇങ്ങനെ ഇത്രയൊക്കെ ആയ സ്ഥിതി. കുടിവെള്ള പ്രശ്നമാണോ? പ്രശ്നമല്ലേ? ആയിട്ടില്ല. അതായത് അത് പറഞ്ഞു. അത് ശരി. ഇപ്പം ഈ മാസത്തെ കാര്യം. ശരി, 2 മാസത്തെ കാര്യം. അല്ല, നിങ്ങൾക്ക് ഇവിടെ കുഴൽക്കിണറൊന്നും അടിച്ചു തന്നിട്ടില്ല? വെള്ളം കിട്ടത്തില്ല. ഇവിടെ വന്ന് നേരത്തെ പഞ്ചായത്ത്, പണ്ടുള്ള പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നപ്പം ഇവിടെ വന്ന് കിണർ കുഴിക്കുന്ന കാര്യമൊക്കെ നോക്കിയതാ. വെള്ളം കിട്ടത്തില്ല. ഏറ്റവും ടോപ്പ് മല ഇതാ. ആണല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം. ബുദ്ധിമുട്ടായിട്ട് വെള്ളത്തിന്റെ ക്ഷാമമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതും ഓലി എന്ന് പറഞ്ഞല്ലേ? പേരെന്തുവാ? അവിടെ വരുന്നു പറഞ്ഞു. അമ്മയുടെ പേര് അപ്പം ഇത്രയും പേരല്ല, 37 കുടുംബങ്ങളാണ് അല്ലേ? 37 കുടുംബം. ഒരു കുടുംബത്തിൽ 4 പേര് വെച്ച് കൂട്ടിയാലും ഇത്ര ആൾക്കാരുടെ ജീവിതം ഒരു ദിവസം കഴിഞ്ഞു പോകുന്നില്ലേ? വെള്ളമില്ലാതെ പ്രശ്നമാണ്. കുടിവെള്ള പ്രശ്നത്തിൻ്റെ ഈ രൂക്ഷമായ ഒരവസ്ഥ, അതിനെക്കുറിച്ച് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അത് പറയാമെന്ന് മനസ്സിലായി. അപ്പം അത് എത്രയും പെട്ടെന്നൊരു പരിഹാരം എന്നുള്ളത് ഭരിക്കുന്നവരുടെ ജോലി. അതാര് ഭരിച്ചാലും ആരാണ് ഭരിക്കുന്നത് എന്നതിലുപരി അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ കുടിവെള്ളം പുലി ഇറങ്ങിയെന്ന് പറഞ്ഞു. കടുവയുടെ കാര്യം പറഞ്ഞു. പുലിയായി. ജീവിക്കാൻ പറ്റാതെ ആവശ്യമായി. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ടുപിടിക്കണം ഇക്കാര്യത്തിൽ. അങ്ങനെ നമുക്ക് പറയാനുള്ളത്. പോട്ടെ, ഇനി അങ്ങ് പോട്ടെ. ഇനി ഞങ്ങളങ്ങ് പോട്ടെ. വരാം, ഉറപ്പായിട്ടും വരാം. ഞങ്ങളിവിടെ അടുത്തല്ലേ.
നമുക്ക് കൂടി ഒന്ന് 1 മണിക്കൂറിന്റെ യാത്രയായി. പെട്ടെന്ന് വരാം. ഓക്കെ എന്നാ. കുടിവെള്ള പ്രശ്നത്തിൻ്റെ രൂക്ഷമായ അവസ്ഥയിലാണ് ഇവർ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ ഒരു 3 പേര് 30 പേരുടെ ഗ്ലാസ് കൊടുത്താൽ പോലും വെള്ളം കയറി വരാൻ ഇവർക്കൊക്കെ വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ കാര്യം കുഞ്ഞുങ്ങളുടെ ഒരു അവസ്ഥ. പിള്ളേരൊക്കെ സ്കൂളിൽ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി നാട്ടിൽ അതുവഴി പോകാൻ വെള്ളം ഇല്ലാത്തവരെ പരിപാടി പൂർത്തീകരിച്ചിരിക്കുന്നു. ടാങ്ക് വരെ പണം ടാങ്കെല്ലാം കാണിച്ച് ആ പൈപ്പ് ലൈൻ എല്ലാം ആ പൈപ്പ് ലൈൻ എല്ലാം റെഡിയായിട്ടുണ്ട്. അല്ല, ഇവർക്ക് ഇനി ഇപ്പം 1 മാസത്തിൽ തന്നെ പുറത്തുനിന്ന് വെള്ളം ഇറക്കണം.